നമസ്കാരം, ഞാൻ ശ്രുതി നിതിൻ. ശ്രുതീസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സദ്യയിൽ ഉണ്ടാവണ ഒരു ഓലൻ തയ്യാറാക്കി നോക്കാം. ഓലൻ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാട്ടോ. മാത്രമല്ല ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ. ആ കുറച്ച് ഇൻഗ്രീഡിയൻസിൽ തന്നെ നമുക്ക് ഓലൻ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. സാധാരണയായിട്ട് ഓലൻ തയ്യാറാക്കിയെടുക്കാൻ അധികം സമയമൊന്നും വേണ്ട കേട്ടോ. വളരെ എളുപ്പമാണ് ഓലൻ ഉണ്ടാക്കാനായിട്ട്. എന്നാൽ ഞാനിന്ന് അതിനും എളുപ്പത്തിൽ എങ്ങനെയാണ് ഓലൻ ഉണ്ടാക്കാമെന്ന് കാണിക്കുന്നത്. അതായത് ഇന്ന് പ്രഷർ കുക്കറിലാട്ടോ ഞാൻ ഓലൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടികളൊക്കെ കഴിയും. അപ്പോൾ വളരെ പെട്ടെന്ന് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓലൻ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കുമ്പളങ്ങ ഓലനാട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് മെയിൻ വേണ്ടത് കുമ്പളങ്ങയാണ്. ഞാനിവിടെ ഒരു 750 ഗ്രാം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വെച്ചിരിക്കട്ടോ. ഒരു 750 ഗ്രാം കുമ്പളങ്ങ എടുത്തിട്ട് അതിൻ്റെ തൊലിയും കളയുക, പിന്നെ കുരുവൊക്കെ കളയുക. നടുക്കിലുണ്ടാവില്ലേ, ആ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രഷർ കുക്കറിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പം അതിനായിട്ട് ഈ പ്രഷർ കുക്കറിലോട്ട് ഈ കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി, നമുക്ക് വേണമെന്ന് വെച്ച് നോക്കിയിട്ട് പിന്നെയും ചേർക്കാമല്ലോ. ഇനി നമ്മളിതിൽ ചേർക്കേണ്ടത് നാളികേരപ്പാലാട്ടോ. അപ്പം ഞാനിവിടെ 1-ാം പാലും 2-ാം പാലും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൽ 2-ാം പാലാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു അര ഗ്ലാസ് 2-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല കട്ടിയൊന്നും ഉണ്ടാവില്ല, കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും. അങ്ങനെ അര ഗ്ലാസ് 2-ാം പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കാണ്. 1-ാം പാലാണെങ്കിൽ കട്ടി ഉണ്ടാവും കേട്ടോ. അതിൽ നമ്മൾ തുണ്ട് വെള്ളം വെച്ചിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. അപ്പം നമുക്ക് 1-ാം പാല് കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ ഉപ്പൊക്കെ എല്ലായിടത്തും ആവുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ 2 വിസിലടിക്കുക. 2 വിസിലടിച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കുക കേട്ടോ. ഇപ്പോൾ ഇതേ കുക്കറിൽ 2 വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. 2 വിസിലടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ഇതിൽ പ്രഷർ പോണ വരെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇപ്പൊ കുക്കറിന്റെ പ്രഷറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ വെച്ച നാളികേരപ്പാല് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ചെറുതായിട്ട് ഇങ്ങനെ പിരിഞ്ഞ പോലെ കിടക്കുന്നുണ്ട്. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ. നമ്മളിപ്പോൾ 2-ാം പാല് വെച്ചിട്ടാണ് ഇത് കുക്കറിൽ വേവിച്ചെടുത്തത്, അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായിട്ട് ശരിയായി പോയിക്കോളും. അത് പിന്നീട് കറിയിൽ നമുക്ക് അങ്ങനെ കിടക്കേ തോന്നില്ല, ശരിക്കും തന്നെ കറക്റ്റായിട്ട് കറി വന്നോളും. അപ്പോൾ വീണ്ടും കറി നന്നായിട്ട് ഇങ്ങനെ ചൂടായിട്ട് തിളവരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവാണ് ഇതിനുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ പച്ചമുളക് ചേർക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് ചേർത്തെടുത്തത്. നല്ല എരിവുള്ളതായിരുന്നു, അതുകൊണ്ടാണ് 3 പച്ചമുളക് ചേർത്തത്. ഇനി ഇതിലോട്ട് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ വേപ്പില നന്നായി തിരുമ്പിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കറി ഒന്ന് കുറുകിയിരിക്കുന്നതായിരിക്കും ഒന്ന് ടേസ്റ്റ്. അപ്പോൾ എല്ലാ കുമ്പളങ്ങയും ഈ നാളികേരപ്പാലൊക്കെ ആയിട്ട് ഒന്ന് ചേർന്നിരിക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് കുമ്പളങ്ങ കഷ്ണങ്ങൾ ഒന്ന് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം. നമുക്ക് നന്നായി ഇങ്ങോട്ട് ഉടയ്ക്കേണ്ട, കുറച്ച് കഷ്ണങ്ങൾ മാത്രം ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിനായിട്ട് ചെറുതായി കയ്യിൽ തന്നെ വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്താൽ മതി. നന്നായി കുത്തി ഉടയ്ക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ, ചെറിയ രീതിയിലൊന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം കൂടി അങ്ങനെ കുഴഞ്ഞെടുക്കണ ആ രൂപമാവരുത് കേട്ടോ. ഇപ്പോൾ ഇവിടെ കുമ്പളങ്ങ കഷ്ണങ്ങൾ ചെറുതായി ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിട്ടിട്ടുള്ള വേപ്പിലയും ആ പച്ചമുളകില്ലേ, അതിൻ്റെ ഫ്ലേവറൊക്കെ ഈ കുമ്പളങ്ങയിലേക്ക് ഇറങ്ങണം. അതായത് പച്ചമുളകിൻ്റെ എരിവും ആ വേപ്പിലയുടെ മണമൊക്കെ കൂടിയിട്ട് ആ കുമ്പളങ്ങ ഇങ്ങനെ ഇറങ്ങിയിട്ട് എല്ലാം കൂടി ഒന്ന് സെറ്റായി നിൽക്കണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് തിളപ്പിക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് കുറവാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ മുളകിൻ്റെ എരിവൊക്കെ ഈ കുമ്പളങ്ങ കഷ്ണത്തിലേക്ക് പിടിച്ചിട്ടുണ്ട്, മുളകൊക്കെ വെന്തിട്ടുണ്ട്. കുക്കർ തുറന്നതിന് ശേഷം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് എത്ര നേരം തിളപ്പിച്ചിരുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ടും കൂടിയാണ്. നന്നായി കൂടെ വറ്റണ്ട, കുറച്ചൊന്ന് വറ്റി വരണം. ഇപ്പം ചാറൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ആക്കാണ്. ഈ സമയത്ത് ഇതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നല്ല കട്ടി നാളികേരപ്പാല്, അതായത് 1-ാം പാല്, നമ്മൾ ആദ്യം പിഴിഞ്ഞ് വെക്കുന്ന പാല് കേട്ടോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. ഒരു 3/4 ഗ്ലാസോളം വരും കേട്ടോ അത്. 1-ാം പാല് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് തള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. കൂടുതൽ നേരം തിളപ്പിച്ചാൽ ഈ പാല് പിരിഞ്ഞു പോവും.
ഇപ്പോൾ ഈ ഓലൻ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കാട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കാട്ടോ. ഉപ്പ് നോക്കിയിട്ട് കുറവാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി കറിയിൽ അവസാനമായിട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം. അതാണ് ഈ കറിയിൽ നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ ഓലൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഓലൻ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓലൻ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കാനായിട്ട് മറക്കല്ലേ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ല റെസിപ്പികളുമായിട്ട് കാണാം. അതുവരെ നിങ്ങൾ എല്ലാവരും ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. ബൈ.